നമ്മുടെ സീക്വൻസ് ഡാറ്റ സ്ട്രക്ചറിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് അതാണ് ഡിക്ഷണറി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് വേയിൽ സ്റ്റോർ ആൻഡ് മാനേജ് ദ ഡാറ്റ ഇൻ എ സ്ട്രക്ചേർഡ് വേ യൂസിങ് കീ വാല്യൂ പെയർസ്. ഇതുവരെ നമ്മൾ പറഞ്ഞതിനൊക്കെ ഉള്ളി വാല്യൂസ് ആയിരുന്നു അല്ലേ. നമ്മൾ ലിസ്റ്റ് പറഞ്ഞു, ടപ്പിൾ, സെറ്റ്, എല്ലാത്തിനകത്തിലും കുറച്ച് വാല്യൂസ് ആണ്. ലിസ്റ്റിലായാലും ടപ്പിളിലായാലും നമ്മൾ ഇങ്ങനെ വാല്യൂസ് കൊടുക്കുന്നു, ദെൻ ഇങ്ങനെ വാല്യൂസ് കൊടുത്തതുണ്ട്. സെറ്റിലാകുമ്പം നമ്മളിതാ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി ഡിക്ഷണറി ആകുമ്പം ഈ വാല്യൂസിന് പകരം വി ആർ ഗിവിംഗ് ദ കീ വാല്യൂ പെയർസ്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് വേ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിക്ഷണറി യൂസ് ചെയ്യുന്നത്. ഓരോ വാല്യൂവിനും ഒരു യുണീക്ക് കീ ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് വാല്യൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ യുണീക്ക് കീ. പിന്നെ ഡിക്ഷണറിക്കകത്തിൽ പറഞ്ഞു ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എൻക്ലോസിംഗ് വിത്ത് കേളി ബ്രേസസ്. അതിനകത്ത് നമുക്ക് ഓരോ കീ വാല്യൂ പെയറും കൊടുക്കുമ്പോൾ അതായത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു ഡിക്ഷണറിക്ക് എക്സാമ്പിൾ ആണ്. ഇത് കാണുമ്പോൾ മനസ്സിലാകും. മൈ ഡിക്റ്റ്, ഞാൻ ഒരു ഡിക്ഷണറിക്ക് ഒരു പേര് കൊടുത്തിരിക്കുക. ഓക്കെ, മൈ ഡിക്റ്റ് ഈസ് മൈ ഡിക്ഷണറി. അപ്പൊ മൈ ഡിക്റ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: കീ 1 കോളൻ വാല്യൂ 1. ഓക്കെ, ദെൻ കോമ കീ 2 കോളൻ വാല്യൂ 2, കീ 3 കോളൻ വാല്യൂ 3. ഇങ്ങനെ ഓരോന്നിനെയും വിത്തിൻ കോഡ്സ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ഇത് ഈ പറഞ്ഞിരിക്കുന്നത് സിൻടാക്സ് ആണ്. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ഇനി നമ്മൾ അതിനൊരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. സ്റ്റുഡന്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് ഈസ് അവർ ഡിക്ഷണറി. അതിനകത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെ വാല്യൂസ്? നെയിം എടുക്കുന്നുണ്ട്, ഏജ്, കോഴ്സ്. അപ്പൊ നെയിം ഈസ് ഈക്വൽ ടു, ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞു, നെയിം ഈസ് ഈക്വൽ ടു അല്ല, സോറി, നെയിം കോളൻ ആലീസ്. അപ്പൊ ഓരോന്നും നമ്മൾ കോളൻ ഇട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിത്തിൻ കോഡ്സ് ആണ് നെയിം കൊടുത്തിരിക്കുന്നത്, ദെൻ കോളൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻവെർട്ടഡ് കോമയ്ക്കകത്തിൽ ആ പേരെന്താണെന്നുള്ളത് കൊടുക്കുന്നു, ദെൻ കോമ. അടുത്തത് ഏജ് എടുക്കുന്നു. ഏജ് എടുക്കുമ്പോൾ ഏജ്, അതും കോഡ്സിനകത്തിലെ ഏജ്, ദെൻ കോളൻ ഏജ് ഓഫ് ദാറ്റ് ഗേൾ. അപ്പൊ ഏജ് നമ്മൾ 20 എന്ന് കൊടുത്തു. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് കോഡ്സ് കൊടുക്കാഞ്ഞ്? ബിക്കോസ് ഇറ്റ്സ് എ ന്യൂമറിക് വാല്യൂ. നമ്മൾ സ്ട്രിംഗ് വാല്യൂസ് കൊടുക്കുന്ന സമയത്താണ് കോഡ്സ് കൊടുത്ത് എഴുതുന്നത്. ഈ ഏജ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ടാണ് കോഡ്സ് കൊടുക്കാത്തത്. ഇനി അടുത്ത പെയർ എന്ന് പറയുന്നത് കോഴ്സിന്റെ പേരാണ്. ആ കുട്ടി ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കുന്നു. അപ്പൊ കോഴ്സ് എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇതുവരെ നമ്മൾ കൊടുത്തത് ഓരോരോ വാല്യൂസ് മാത്രമായിരുന്നു. നെയിം അയാൾക്ക് ഒരു പേര് മാത്രമേ ഉള്ളൂ, ഏജും അയാൾക്ക് ഒരു ഏജ് മാത്രമേ ഉള്ളൂ. പക്ഷെ കോഴ്സ് അയാൾ 2 കോഴ്സ് പഠിക്കുന്നുണ്ട്. സോ വി ആർ ഗിവൺ ബ്രാക്കറ്റ് ഹിയർ. കണ്ടോ, നമ്മളത് ബ്രാക്കറ്റിനകത്തിൽ എഴുതിയിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സിന്റെ സ്ഥലം കൊടുക്കുന്ന സമയത്ത് കോഴ്സിന് എഴുതി നമ്മൾ കോളൻ ഇട്ടതിന് ശേഷം കോഴ്സ് 2 എണ്ണം സ്പെസിഫൈ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ മാത്ത കോമ സയൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഡിക്ഷണറി ക്ലോസ് ചെയ്ത്. അപ്പൊ സെറ്റിനെ പോലെ തന്നെ ഡിക്ഷണറിക്കും വി ആർ യൂസിങ് ദ കേളി ബ്രേസസ്. കേളി ബ്രേസസ് വെച്ചിട്ടാണ് ഡിക്ഷണറിയും റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ കേളി ബ്രേസസും സെറ്റും ഡിക്ഷണറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സെറ്റിനകത്തിൽ വി ആർ ഡിസ്ക്രൈബിങ് ഓൺലി വാല്യൂസ്. ഇവിടെ ആകുമ്പോൾ കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് ഓരോ കീ വാല്യൂ പെയറിനെയും വി ആർ സെപ്പറേറ്റിംഗ് വിത്ത് കോമാസ്. പിന്നെ കീയും വാല്യൂവും കൂടെ നമ്മൾ എങ്ങനെയാ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്? വി ആർ യൂസിങ് സം അല്ല, വി ആർ യൂസിങ് ദ കോളൻ ഇൻ ബിറ്റ്വീൻ അവർ കീ ആൻഡ് വാല്യൂ. ഓരോ കീയുടെയും വാല്യൂവിന്റെ ഇടയിൽ നമ്മൾ കോളൻ കൊടുത്തിട്ടാണ് കീനെയും വാല്യൂവിനെയും മാറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ കീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കീസ്? നെയിം ഒരു കീ ആണ്, ഏജ് ഈസ് അനദർ കീ, ആൻഡ് കോഴ്സ് ഈസ് അനദർ കീ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കീസ്. ആൻഡ് വാല്യൂസ്, നെയിമിന്റെ വാല്യൂ വന്നിട്ട് ആലിസ്, ഏജിന്റെ വാല്യൂ 20, കോഴ്സിന്റെ വാല്യൂ മാത്ത് സയൻസ്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ വി ആർ ഗിവൺ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആൻഡ് വിത്തിൻ ദി സ്ക്വയർ ബ്രാക്കറ്റ് വി ആർ ഗിവിംഗ് ദ വാല്യൂസ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ലൈക്ക് അവർ സെറ്റ്, ഡിക്ഷണറി ഓൾസോ അൺഓർഡേർഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ സെയിം ഓർഡറിൽ തന്നെ. ഇവിടെ ഇപ്പൊ ഞാൻ നെയിം, ഏജ്, ദെൻ കോഴ്സ് എന്നുള്ള ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ സപ്പോസ് ഞാനത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കോഴ്സ്, ഏജ്, നെയിം എന്നാകാം. ഓക്കെ, അപ്പൊ ആ കൊടുക്കുന്ന ഓർഡറിൽ തന്നെ ഡിസ്പ്ലേ ആയി വരണം എന്നില്ല, അൺഓർഡേർഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മ്യൂട്ടബിൾ. എന്താ, നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കറക്ഷൻസ് വരുത്താം. പിന്നെ യുണീക്നെസ്, ഓരോ കീയും ഇതിനകത്തിലുള്ളത് യുണീക്ക് ആയിരിക്കും. ഓരോ കീക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ കീസ് ആർ യുണീക്ക്. പിന്നെ കീസ് മസ്റ്റ് ബി
ഇമ്മ്യൂട്ടബിൾ. എപ്പോഴും നമുക്ക് കീ കൊടുക്കുന്നതിനെ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വാല്യൂസ് ആണ് മ്യൂട്ടബിൾ ആക്കാൻ പറ്റുന്നത്. ദാ ഇവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മോഡിഫൈ ദ വാല്യൂസ് ആഫ്റ്റർ ക്രിയേഷൻ. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാല്യൂസിനെ ചേഞ്ച് ചെയ്യാം, പക്ഷെ കീസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കീ മസ്റ്റ് ബി ഇമ്മ്യൂട്ടബിൾ. കീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ ആക്സസിങ് എലമെന്റ്സ് എങ്ങനെയാണെന്നാണ് അടുത്തത് പറയുന്നത്. സ്റ്റുഡന്റ് ഈസ് ഈക്വൽ ടു നെയിം ആലിസ്, ഏജ് 20, കോഴ്സസ് മാത്ത് സയൻസ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിക്ഷണറി. ഇവിടെ ഞാൻ കൊടുക്കുന്നത് പ്രിന്റ് സ്റ്റുഡന്റ് നെയിം. അപ്പൊ കൊടുത്തേക്കുന്നുണ്ട് പ്രിന്റ് ഓഫ്, നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ എടുത്തു. ദെൻ സ്റ്റുഡന്റ് ഡിക്ഷണറി നെയിം, ദെൻ ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ നെയിം. എന്താണ് നമുക്ക് ഏത് കീ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ആ കീയുടെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്രിന്റ് സ്റ്റുഡന്റ് ഓഫ് നെയിം. അപ്പൊ എനിക്ക് ഏജ് ആണ്, ഈ കുട്ടിയുടെ ഏജ് ആണ് പ്രിന്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കൊടുത്തേനെ? പ്രിന്റ് സ്റ്റുഡന്റ് എന്നിട്ട് വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഏജ് എന്ന് കൊടുക്കണം. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. നമ്മുടെ ബ്രാക്കറ്റ് നോർമൽ പ്രിന്റിന്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? വി വിൽ ഗെറ്റ് 20. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എലമെന്റിനെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്തിനെയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്? വാല്യൂസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. കീസിന്റെ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, പക്ഷെ കീയെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കീസ് ആർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ഇതാ നോക്കിക്കോ, നമുക്കിപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഏജ് 20 എന്നായിരുന്നു കൊടുത്തത്. പക്ഷെ നമുക്ക് സ്റ്റുഡന്റിന്റെ ഏജിനെ 21 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? സ്റ്റുഡന്റ് ഓഫ് ഏജ് ഈസ് ഈക്വൽ ടു 21 എഴുതി കൊടുത്താൽ മതി. ഡിക്ഷണറി നെയിമും കൊടുക്കണം. അപ്പൊ നമ്മൾ ഡിക്ഷണറിയിലെ ഏത് ഫീൽഡാണ് ചേഞ്ച് ചെയ്യാനുള്ളത്? ഡിക്ഷണറി സ്റ്റുഡന്റ്, ദെൻ സ്റ്റുഡന്റിന്റെ ഏജിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ സ്റ്റുഡന്റ് ഓഫ് ഏജ് അത് കൊടുക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വിത്തിൻ കോട്സ്. സ്റ്റുഡന്റ് ഏജ് ഈസ് ഈക്വൽ ടു 21 എന്ന് കൊടുത്താൽ അപ്ഡേറ്റ് ദ ഏജ് ടു 21. ഇനി നമുക്ക് ഗ്രേഡ് എന്നൊരു ഫീൽഡ് ഇല്ല. ഓക്കെ, ഗ്രേഡ് എന്നൊരു ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗീവ് ഇറ്റ് ആസ് എ കീ വാല്യൂ പെയർ. ഒരു കീ വാല്യൂ പെയർ ആയിട്ട് മാത്രം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കീ മാത്രമോ അല്ലെങ്കിൽ വാല്യൂ മാത്രമോ ആയിട്ടാണെങ്കിൽ എടുക്കില്ല. ഇവിടെ ഇപ്പോൾ കീ വാല്യൂ പെയർ ആയിട്ട് ഞാൻ കൊടുക്കുവാണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്തിൽ ഗ്രേഡ് ഒരു എക്സ്ട്രാ ഫീൽഡ് എനിക്ക് ആഡ് ചെയ്യണം, ഗ്രേഡ്, ആൻഡ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്ഷണറിയിൽ ഇപ്പം ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫീൽഡും കൂടെ ആയിട്ടുണ്ട് വിത്ത് വാല്യൂ എ. അപ്പൊ നമ്മുടെ പുതിയ ഇപ്പം ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഡിക്ഷണറി വരുന്നത്? സ്റ്റുഡന്റ് ഈസ് ഈക്വൽ ടു നെയിം, കോഡ്സിനകത്തിലാണ് നെയിം വരുന്നത്, ദെൻ കോളൻ, വീണ്ടും കോഡ്സിനകത്തിൽ പേരെന്താണ്? ആലിസ്, കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ, അടുത്ത ഫീൽഡ് ഏജ്, കോളൻ 20. അത് വിത്തൗട്ട് കോഡ്സ് ആ കൊടുക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ. അടുത്ത ഫീൽഡ് കോഴ്സ്, കോളൻ. ഇവിടെ നമ്മൾ രണ്ട് ഫീൽഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ബ്രാക്കറ്റിനകത്തിൽ മാത്ത്, കോമ സയൻസ്, അത് കഴിഞ്ഞിട്ട് അവിടെയും കോഴ്സ് ക്ലോസ് ചെയ്തു, ദെൻ കോമ. അടുത്ത ഫീൽഡായിട്ട് നമുക്ക് ഗ്രേഡ് എന്നുള്ള ഫീൽഡ് വരും. ഓക്കെ, ഗ്രേഡ്, ഇവിടെ കോളൻ, വീണ്ടും കോഴ്സിനകത്തിൽ എ. ഇങ്ങനെയായിരിക്കും വരുന്നത്. ദെൻ നമ്മുടെ കേളി ബ്രേസസ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? റിമൂവിങ്. ഏതെങ്കിലും ഒരു വാല്യൂസിനെ നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? നമ്മൾ ഡെൽ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഡെൽ സ്റ്റുഡന്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജ് ഈക്വൽ ടു 21 എന്നുള്ള, അല്ലെങ്കിൽ ഏജ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഏജ് ഈസ് 21. അവിടെ നമ്മുടെ ഡിക്ഷണറിയിൽ ഏജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏജ് 21 എന്നുള്ള കീ വാല്യൂ പെയർ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും റിമൂവ് ചെയ്യുന്നത്. നമുക്ക് വാല്യൂ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം യൂസിങ് ദ കീവേഡ് ഡെൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പോപ്പ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതാ ഇവിടെ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ്, പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് ഗ്രേഡ്. ഓക്കെ, ദെൻ കോഡ്സിനകത്തിൽ
കീ നോട്ട് ഫൗണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു കീ നമ്മൾ കാണുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മളൊരു എക്സ്ട്രാ ഒരു ഇതും കൂടെ കൊടുത്തിരിക്കുകയാണ്, എന്താ, ഇഫ് കീ നോട്ട് ഫൗണ്ട് ഓൾസോ ദെൻ യു ക്യാൻ റിമൂവ് ദാറ്റ് ഗ്രേഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുവാണ്. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രേഡിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഇതിനകത്ത് ഡിക്ഷണറിക്കകത്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിനകത്തിൽ കുറച്ച് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് ഫംഗ്ഷൻ, ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സ്റ്റുഡന്റ് ഡോട്ട് ഗെറ്റ് ഓഫ് നെയിം, നമ്മുടെ ഡിക്ഷണറി, നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിക്ഷണറി നെയിം, ഏജ് ഇത് മാത്രമുള്ള ഒരു ഡിക്ഷണറിയാണ്. അപ്പൊ സ്റ്റുഡന്റ് ഡോട്ട് ഗെറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലിസ് എന്ന് പ്രിന്റ് ചെയ്യും. കാരണം നമ്മൾ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ, ആലിസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റുഡന്റ് ഡോട്ട് ഗെറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആലിസ് പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീസ് ആണ്. അപ്പൊ സ്റ്റുഡന്റ് ഡോട്ട് കീസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിക്കകത്തിൽ നമ്മൾ എന്തൊക്കെ കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിക്ഷണറി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആസ് എ കീ വാല്യൂ പെയർ. അപ്പൊ ആ കീസ് ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ കീസിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് കീസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നെക്സ്റ്റ് വാല്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റുഡന്റ് ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ആ ഡിക്ഷണറിക്കകത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് പ്രിന്റ് ആയി വരും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഐറ്റംസ്. സ്റ്റുഡന്റ് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീസും വാല്യൂസും രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, കീ വാല്യൂ പെയർ ആയിട്ടല്ല വരുന്നത്, കീസ് സെപ്പറേറ്റ് കാണിക്കും, സോറി, കീസ് സെപ്പറേറ്റ് വാല്യൂസ് സെപ്പറേറ്റ് എന്നല്ല, അതിന്റെ ഓരോന്നിലെ ഓരോ ഐറ്റത്തിലെയും ആ കീ വാല്യൂ പെയറിലെ നെയിം എന്താണ്, അതിന്റെ വാല്യൂ, അതായത് കീ എന്താണ് നെയിം, അതിന്റെ വാല്യൂ ഈസ് ആലിസ്. നെക്സ്റ്റ് കീ എന്ന് പറയുന്നത് ഏജ്, അതിന്റെ വാല്യൂ 20. അങ്ങനെ ഓരോന്നിനെയും ആ ഒരു സെറ്റ് ആയിട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഐറ്റംസ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ അപ്ഡേറ്റ് ഫംഗ്ഷൻ. അപ്ഡേറ്റ് ഫംഗ്ഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, പുതിയൊരു ഫീൽഡിനെ ഒരു ഓൾറെഡി ഉള്ള ഒരു ഫീൽഡിന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ന്യൂ ഡാറ്റ ഈസ് ഈക്വൽ ടു ഗ്രേഡ് എ, ഏജ് 21, ദെൻ സ്റ്റുഡന്റ് ഡോട്ട് അപ്ഡേറ്റ് ഓഫ് ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നെയിം ഓൾറെഡി ഉണ്ടായിരുന്നു, ആലിസ് ആണ്, ഏജ് 21 എന്ന് വരും, ഗ്രേഡ് എ എന്നും വരും. ഓക്കെ, നമ്മൾ നേരത്തെ ആഡ് ഫംഗ്ഷൻ കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തില്ലേ, സ്റ്റുഡന്റ് ഓഫ് ഏജ് 21 അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഓഫ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പുതിയ ഫീൽഡ് ആഡ് ചെയ്തല്ലോ. അപ്പൊ അതേപോലെ നമുക്ക് അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പുതിയ ഏതെങ്കിലും ഫീൽഡ്സ് കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ പോപ്പ് ഫംഗ്ഷൻ. പോപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് വാല്യൂ എന്താണ് ജസ്റ്റ് റീഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏജ് ഈസ് ഈക്വൽ ടു സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് ഏജ്, എന്നിട്ട് പ്രിന്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജ് എന്ന് പറയുന്ന കീയിൽ എന്ത് വാല്യൂ ആണോ കിടക്കുന്നത് ആ വാല്യൂവിനെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ സെറ്റ് പറഞ്ഞ കേസിൽ പോപ്പ് എന്ന് പറഞ്ഞപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്, ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ റാൻഡം ആയിട്ട് റിമൂവ് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് യൂസ് ടു ഡിസ്പ്ലേ ആൻ ഐറ്റം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീയിലുള്ള അതിന്റെ വാല്യൂവിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കീന്റെ പേര് കൊടുത്താൽ മാത്രം മതി. അപ്പൊ സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ 20 എന്ന് പ്രിന്റ് ആകും. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് നെയിം എന്നാണ് പറയുന്നതെങ്കിലോ നമുക്ക് ആലിസ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഓഫ് നെയിം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആലിസ് എന്നായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോപ്പ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാണോ നമ്മുടെ കീ ഏതാണ് അതും അതിനകത്തിലെ വാല്യൂ ഏതാന്നുള്ളതും കൂടെ ചേർത്തിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പൊ പ്രിന്റ് സ്റ്റുഡന്റ് ഡോട്ട് പോപ്പ് ഐറ്റം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് 20 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ ഏതെങ്കിലും ഒരു കീയും അതിന്റെ വാല്യൂവും കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോപ്പ് ഐറ്റം. ഇനി ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു ഡിക്ഷണറിയെ കംപ്ലീറ്റ് എംറ്റി ആക്കി ക്ലിയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ് കോപ്പി ഫംഗ്ഷൻ. ഈ കോപ്പി ഫംഗ്ഷൻ യൂസ് ചെയ്യും നമ്മൾ യൂസ് ചെയ്ത ഡിക്ഷണറി ഏതാണോ അതിന്റെ ഒരു കോപ്പിയും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനതിവിടെ എഴുതിയിട്ടില്ല, എഴുതാൻ വിട്ടുപോയതാണ്. നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഡിക്ഷണറി സ്റ്റുഡന്റ് ആണ്. ഓക്കെ, എനിക്ക് ഈ സ്റ്റുഡന്റിന്റെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് സ്റ്റുഡന്റ്
കോപ്പി ഞാൻ വേറൊരു പേര് വെറുതെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സ്റ്റുഡൻറ് കോപ്പി ഈസ് ഈക്വൽ ടു നമ്മുടെ ഓൾറെഡി ഉള്ള ഡിക്ഷണറി ഏതാണെന്ന് നോക്കണം. ദാറ്റ് ഈസ് സ്റ്റുഡൻറ് ഡോട്ട് കോപ്പി ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻറ് ഡിക്ഷണറിയിൽ എന്തൊക്കെ ഫീൽഡ് ആണോ ഉള്ളത് അതിന്റെ എക്സാക്ട് ഒരു കോപ്പി നമുക്ക് ഈ സ്റ്റുഡൻറ് കോപ്പി എന്ന് പറയുന്നതിനകത്തിൽ എടുത്തു വെക്കാൻ പറ്റും. അതപ്പം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വാല്യൂസ് എടുത്തു വെക്കുന്നത്? സപ്പോസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള വാല്യൂവിന് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താതെ കുറച്ച് എന്തെങ്കിലും അല്ലാതുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരണം, പക്ഷെ ഒറിജിനൽ ഡാറ്റയെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് ഈ കോപ്പി ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെറ്റിലൊക്കെ പറഞ്ഞ പോലെ ഐട്രേറ്റിംഗ് ത്രൂ എ ഡിക്ഷണറി. ഡിക്ഷണറിയിൽ എങ്ങനെയാണ് ഐട്രേഷൻ നടക്കുന്നത്? അപ്പൊ അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ ലൂപ്പ് ആയിരിക്കും. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നു ഫോർ ഐട്രേഷൻ ഫോർ കീ ഇൻ സ്റ്റുഡൻറ് ഡോട്ട് കീസ് ഓഫ്. അപ്പൊ സ്റ്റുഡൻറ് ഡോട്ട് കീസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ് ഡോട്ട് കീസ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിക്ഷണറിയിലുള്ള എല്ലാ കീസും ഏതൊക്കെയാണെന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഫോർ കീ ഇൻ സ്റ്റുഡൻറ് ഡോട്ട് കീസ് ഓഫ് പ്രിന്റ് കീ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എല്ലാ കീയും ഐട്രേറ്റ് ചെയ്തിട്ട് അതിനെ ആ കീസിനെ മാത്രം പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ വാല്യൂസിനെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഫോർ വാല്യൂ ഇൻ സ്റ്റുഡൻറ് ഡോട്ട് വാല്യൂസ്. അപ്പൊ ഈ സ്റ്റുഡൻറ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ആകും. അപ്പൊ എല്ലാ വാല്യൂസിനെയും ആയിരിക്കും അവിടെ ഐട്രേറ്റ് ചെയ്ത് നോക്കുന്നത്. ദെൻ പ്രിന്റ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഡിക്ഷണറിയിലുള്ള സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലുള്ള എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്ത് വരും. ഇനിയും ഇതിനെ നമുക്ക് കീ വാല്യൂ പെയർ ആയിട്ട് തന്നെ എടുക്കണം. എന്താ കൊടുക്കുന്നത്? ഫോർ കീ കോമ വാല്യൂ ഇൻ സ്റ്റുഡൻറ് ഡോട്ട് ഐറ്റംസ്. ഓക്കെ, നമുക്ക് രണ്ട് വാല്യൂസും കൂടെ ഒന്നിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? ഡോട്ട് ഐറ്റംസ് കൊടുത്താൽ മതി. അപ്പൊ സ്റ്റുഡൻറ് ഡോട്ട് ഐറ്റംസ് ഓഫ് കൊടുക്കുന്നു, എന്നിട്ട് പ്രിന്റ് കീ കോമ വാല്യൂസ് രണ്ടും നമ്മൾ പ്രിന്റ് ചെയ്യും. ഇവിടെ കണ്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എഫ് സ്ട്രിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രിന്റ് ദെൻ വിത്തിൻ ബ്രാക്കറ്റ് എഫ്, അവിടെ നമ്മൾ കീസ് കൊടുക്കുന്നു, ദെൻ കോളൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ആസ് ദ സെയിം ഫോർമാറ്റ് ഇൻ അവർ ഡിക്ഷണറി. ആ ഒരു കീ വാല്യൂ പെയർ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് നെസ്റ്റഡ് ഡിക്ഷണറീസ്. നെസ്റ്റഡ് ഡിക്ഷണറി മീൻസ് ഇൻസൈഡ് വൺ ഡിക്ഷണറി അനദർ ഡിക്ഷണറി വിൽ ബി ദെയർ. ഒരു ഡിക്ഷണറി ഓൾറെഡി കാണും, അതിനകത്തിൽ വേറൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നെസ്റ്റഡ് ഡിക്ഷണറി. ഇവിടെ ഞാൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റുഡൻറ് 1 ഈസ് ഈക്വൽ ടു സ്റ്റുഡൻറ് 1-നകത്തിൽ നെയിം ആലിസ്, ഏജ് 20 കൊടുത്തു. ഓക്കെ, ദെൻ സ്റ്റുഡൻറ് 2 ഉണ്ട്. സ്റ്റുഡൻറ് 2-നകത്തിൽ നെയിം ബോബ്, ഏജ് 22. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് വി ആർ ക്രിയേറ്റഡ് ടു ഡിക്ഷണറീസ്, നെയിം സ്റ്റുഡൻറ് 1 ആൻഡ് സ്റ്റുഡൻറ് 2. സ്റ്റുഡൻറ് 1-ലും സ്റ്റുഡൻറ് 2-ലും നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം ഫീൽഡ്സ് ആണ്, അല്ലെങ്കിൽ കീ വാല്യൂ പെയേഴ്സ് സെയിം ആണ്, നെയിമും ഏജും മാത്രം. അപ്പൊ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറി നെയിം ആയിട്ട് പറഞ്ഞേക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നെസ്റ്റഡ് ഡിക്ഷണറീസ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഡിക്ഷണറി മീൻസ് ഇൻസൈഡ് എ ഡിക്ഷണറി അനദർ ഡിക്ഷണറി ഈസ് ദെയർ. ഒരു ഡിക്ഷണറിക്ക് അകത്തിൽ വേറൊരു ഡിക്ഷണറി വന്നിട്ടുണ്ട്. ഇനി ഈ ഡിക്ഷണറി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അടുത്തത് പറയുന്നത്. ഈ ഡിക്ഷണറി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ ഒരു ടെലഫോൺ ഡയറക്ടറിയുടെ കേസാണ് ഇത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോക്കിക്കോണം. ക്രിയേറ്റ് എ ടെലിഫോൺ ഡയറക്ടറി യൂസിങ് എ ഡിക്ഷണറി. നമ്മളൊരു ഡിക്ഷണറി യൂസ് ചെയ്ത് ഒരു ടെലിഫോൺ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ദ നെയിം ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ടെലിഫോൺ നമ്പർ വിൽ ബി കീ ആൻഡ് വാല്യൂ. ഓരോ ആൾക്കാരുടെയും പേരും ടെലിഫോൺ നമ്പറുമാണ് അവിടുത്തെ കീ വാല്യൂ പെയേഴ്സ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ദാറ്റ് അലോസ് എ യൂസർ ടു പെർഫോം ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. എന്തൊക്കെ ചെയ്യണം? ആഡ് എ കോണ്ടാക്ട്. ഒരു ആളുടെ കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് ആഡ് ചെയ്യണം. അപ്ഡേറ്റ് എ കോണ്ടാക്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് കോണ്ടാക്ടിനെ അപ്ഡേറ്റ് ചെയ്യണം. ഡിലീറ്റ് കോണ്ടാക്ട്, സെർച്ച് എ കോണ്ടാക്ട്, ഡിസ്പ്ലേ കോണ്ടാക്ട്. ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വെറുതെ ഒരു കേളി ബ്രേസസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ നൾ ഡിക്ഷണറി. ഒരു വാല്യൂം ഇല്ലാത്ത ഒരു നൾ ഡിക്ഷണറിയാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ വൈൽ കൊടുക്കുന്നു. വൈൽ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഈ ലൂപ്പ് എൻഡ്ലെസ്ലി വർക്ക് ചെയ്യും എന്നാണ്. അതായത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളായിട്ട് എപ്പം സ്റ്റോപ്പ് ചെയ്യുന്നോ അതുവരെയും ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ ഓഫ് ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും ട്രൂ ആണ് എന്നുള്ള ഒരു അസംഷനിൽ
അതങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ അതിൽ എന്തൊക്കെയാ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു മെനു കൊടുത്തിട്ടുണ്ട്, ടെലഫോൺ ഡയറക്ടറി മെനു എന്ന് പറഞ്ഞ് പ്രിന്റിനകത്തിൽ ആദ്യം ഒരു കോണ്ടാക്ട് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ അടുത്ത് ഓപ്ഷൻ ചോദിക്കുവാണ്, വാട്ട് യു വാണ്ട് ടു ആഡ് എ കോണ്ടാക്ട് ഓർ അപ്ഡേറ്റ് എ കോണ്ടാക്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻ ആയിട്ട് ക്ലിക്ക് ചെയ്യണം. ഇഫ് യു വാണ്ട് ടു ആഡ് എ കോണ്ടാക്ട് യു ക്ലിക്ക് ഓൺ 1 അല്ലെങ്കിൽ പ്രസ് 1 പ്രസ് ചെയ്യുക. അപ്ഡേറ്റ് കോണ്ടാക്ട് ആണെങ്കിൽ നമ്മൾ 2 പ്രസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ചോയ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ചോയ്സ് 1 to 6. നമ്മൾ 1 തൊട്ട് 6 വരെയുള്ള നമ്പർ യൂസ് ചെയ്തിട്ട് ചോയ്സ് പ്രിന്റ് ചെയ്യാൻ പറയുന്നു. അതായത് നമ്മുടെ അടുത്ത് ചോയ്സ് നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ആണോ ചെയ്യേണ്ടേ, അപ്ഡേറ്റ് ആണോ, ഡിലീറ്റ് ആണോ എന്നുള്ള ചോയ്സ് നമ്മൾ കൊടുക്കും. ഇനി ഇവിടെ നമ്മൾ പറയുന്നു ചോയ്സ് ഈസ് 1 എന്താ, ഒരു കോണ്ടാക്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ കോണ്ടാക്ട് നെയിം. ആളുടെ കോണ്ടാക്ട് നെയിം ചോദിക്കുന്നു, ദെൻ കോണ്ടാക്ട് നമ്പറും ചോദിക്കും. നമുക്ക് നെയിമും നമ്പറും മാത്രം മതി. കീ വാല്യൂ പെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നെയിമും നമ്പറും ആണ്. അപ്പൊ നെയിമും നമ്പറും മാത്രം നമ്മൾ കീബോർഡ് വഴി റീഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, ഇഫ് നെയിം ഇൻ ടെലഫോൺ ഡയറക്ടറി, ഈ ഒരു പേര് ആ ടെലഫോൺ ഡയറക്ടറിക്കകത്തിൽ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനകത്ത് കൊടുക്കുന്ന കീസ് ഒക്കെ എല്ലാം യുണീക്ക് ആണ്. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നെയിം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യും, ദിസ് കോണ്ടാക്ട് നെയിം ഓൾറെഡി എക്സിസ്റ്റ്, വി ക്യാൻ യൂസ് ദ അപ്ഡേറ്റ് ഓപ്ഷൻ ടു ചേഞ്ച് ദ വാല്യൂസ്. നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. വി കനോട്ട് ആഡ് ദിസ് നെയിം എഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. അല്ല, ഈ നെയിം ഇല്ല, ടെലഫോൺ ഡയറക്ടറി നമ്മൾ നോക്കിയപ്പോൾ നെയിം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ നേരെ എൽസ് പാർട്ടിൽ വരുന്നു. എന്നിട്ട് ടെലഫോൺ ഡയറക്ടറി ഓഫ് നെയിം, ആ നെയിം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലോട്ട് നമ്മൾ അയാളുടെ നെയിം കൊടുത്തിട്ട് നമ്പറും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? കോണ്ടാക്ട് നെയിം ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കും. ഓക്കെ, ഇനിയും രണ്ടാമത് ചോയ്സ് 2 ആണെങ്കിൽ അപ്ഡേറ്റ് കോണ്ടാക്ട് ആണ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അയാളുടെ നെയിം അവിടെ ഓൾറെഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചോയ്സ് ഈസ് 2 ആണെങ്കിൽ ഇഫ് നെയിം ഇൻ ടെലഫോൺ ഡയറക്ടറി, പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ കോണ്ടാക്ട് നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കീനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമാണ്? അയാളുടെ നമ്പർ മാത്രം. അപ്പൊ ഞാൻ കോണ്ടാക്ട് നമ്പർ, ന്യൂ നമ്പർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ന്യൂ ടെലഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ടെലഫോൺ നമ്പർ പുതിയത് ചോദിക്കും. എന്നിട്ട് ടെലഫോൺ ഡയറക്ടറിക്കകത്തിൽ അയാളുടെ നെയിമിന്റെ നേരെ, ഓക്കെ, അയാളുടെ നെയിം എന്താണോ ആ നെയിമിന്റെ നേരെ പുതിയ നമ്പർ ഇട്ട് കൊടുക്കും. എന്നിട്ട് നെയിം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ഇനി അതല്ല, ആ നെയിം കാണിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ ഒരു പേര് കോണ്ടാക്ട് നെയിം ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ഡയറക്ടറി, ഡയറക്ടറിയിൽ ഇങ്ങനെ ഒരു പേരില്ല എന്ന് എഴുതി കാണിക്കും. ഇനി മൂന്നാമത്തെ ചോയ്സ് നോക്കുന്നു. തേർഡ് ചോയ്സ് എന്താ? ഡിലീറ്റ് കോണ്ടാക്ട്. ഒരാളുടെ കോണ്ടാക്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചോയ്സ് ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ആദ്യം ആരുടെ കോണ്ടാക്ട് ആണോ റിമൂവ് ചെയ്യേണ്ടത് അയാളുടെ പേര് ആദ്യം ചോദിക്കും. നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ ദ നെയിം ടു ഡിലീറ്റ്. ഇനി നെയിം ഇൻ ടെലഫോൺ ഡയറക്ടറി, ആ പേര് ടെലഫോൺ ഡയറക്ടറിക്കകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിലീറ്റ് ചെയ്യും യൂസിങ് ദ കീവേഡ് ഡെൽ ടെലഫോൺ ഡയറക്ടറി ഓഫ് നെയിം. നമ്മൾ ഈ പറഞ്ഞ നെയിമിനെ റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് കോണ്ടാക്ട് റിമൂവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതല്ല, അതിന്റെ എൽസ് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു കോണ്ടാക്ട് നെയിം നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല, പ്രിന്റ് ദിസ് കോണ്ടാക്ട് നെയിം നോട്ട് ഫൗണ്ട് എന്നൊരു മെസ്സേജ് കാണിക്കും. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ നമുക്ക് എന്തായിരുന്നു? ഫോർത്ത് ഓപ്ഷൻ ഈസ് സെർച്ച് എ കോണ്ടാക്ട്. ഒരു കോണ്ടാക്ട് സെർച്ച് ചെയ്യണം. അപ്പൊ ഈ ഓരോന്നും ഡിഫറെന്റ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഓരോന്നും എൽഇഫ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ചോയ്സ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇഫ് ചോയ്സ് ഇസ് ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കി, എൽഇഫ് ചോയ്സ് ഇസ് ഈക്വൽ ടു 2, എൽഇഫ് ചോയ്സ് ഇസ് ഈക്വൽ ടു 3. ഇനി അടുത്തത് എൽഇഫ് ചോയ്സ് ഇസ് ഈക്വൽ ടു 4 ആണോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തിട്ട് നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് നെയിം ടു സെർച്ച്, ആരുടെ കോണ്ടാക്റ്റിനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി. ഇനി ആ നെയിം ടെലഫോൺ ഡയറക്ടറിക്കകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു നെയിമും ആ ഒരു ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതായത് സെർച്ച് ചെയ്ത ആളിന്റെ പേരും കോണ്ടാക്ട് നമ്പറും കൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. എൽസ് ആണെങ്കിൽ നമ്മൾ പറയുന്നു ഇങ്ങനെ ഒരു കോണ്ടാക്ട് നെയിം ഇല്ല, പ്രിന്റ് ഓഫ് കോണ്ടാക്ട് നെയിം നോട്ട് ഫൗണ്ട്. ഇനി നെക്സ്റ്റ് ചോയ്സ് 5 എന്തായിരുന്നു? വ്യൂ ഓൾ കോണ്ടാക്ട്സ്. നമ്മുടെ ടെലഫോൺ ഡയറക്ടറിക്കകത്തിലുള്ള എല്ലാ കോണ്ടാക്ട്സിനെയും പ്രിന്റ് ചെയ്ത് കാണിക്കണം.
അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഇഫ് ടെലഫോൺ ഡയറക്ടറി. ഇവിടെ നമ്മൾ ബാക്കി കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട, ടെലഫോൺ ഡയറക്ടറിയിലുള്ള എല്ലാ കോണ്ടാക്ട്സും വേണം. സോ നമ്മൾ കൊടുക്കുന്നത് ഇഫ് ടെലഫോൺ ഡയറക്ടറി പ്രിന്റ് ഓൾ കോണ്ടാക്ട്സ്. അപ്പൊ എല്ലാ കോണ്ടാക്ട്സും കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എല്ലാ ഐറ്റംസിലും കയറി നോക്കണം അല്ലെ, ഐട്രേറ്റ് ചെയ്യണം. അപ്പൊ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ദ ഫോർ ലൂപ്പ്. അപ്പൊ ഫോർ നെയിം കോമ നമ്പർ ഇൻ ടെലഫോൺ ഡയറക്ടറി ഡോട്ട് ഐറ്റംസ്. എല്ലാ ഐറ്റംസിനെയും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റംസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നെയിം കോമ നമ്പർ ഇൻ ടെലഫോൺ ഡയറക്ടറി ഡോട്ട് ഐറ്റംസ്, എന്നിട്ട് പ്രിന്റ് നെയിം നമ്പർ രണ്ടും പ്രിന്റ് ചെയ്ത് കാണിക്കും. എൽസ് ആണെങ്കിൽ നമ്മൾ പറയുന്നു പ്രിന്റ് ടെലഫോൺ ഡയറക്ടറി ഈസ് എം ടി. കാരണം നമുക്കൊന്നും പ്രിന്റ് ചെയ്ത് കാണിക്കാനില്ല, അവിടെ ടെലഫോൺ ഡയറക്ടറി എം ടി ആണെന്ന് പറയുന്നു. ഇനിയും ചോയ്സ് 6 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ടെലഫോൺ ഡയറക്ടറിന്ന് എക്സിറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇതാണ് ടെലഫോൺ ഡയറക്ടറിയുടെ പ്രോഗ്രാം. ഇതൊരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു രണ്ടെണ്ണം മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളത് എങ്ങനെയാണെന്നൊന്ന് ഐഡിയ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കണം.